നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം. റോഡരികിൽ നിർത്തിയിരുന്ന 2 ഇരുചക്ര വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച രാത്രി 2 മണിയോടെ പെങ്ങാമുക്ക് മാർത്തോമ പള്ളിക്ക് സമീപത്താണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് നടുമുറിഞ്ഞ് കാറിന് മുകളിൽ പതിച്ചെങ്കിലും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഗുരുവായൂരിൽ നിന്നും ഉത്സവം കണ്ടു മടങ്ങുന്ന പെങ്ങാമുക്ക് കരിച്ചാൽക്കടവ് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പോസ്റ്റ് മാറ്റി മേഖലയിലെ തകരാറിലായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ അധികൃതർ ആരംഭിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്തിലെ മങ്ങാട് പുന്നങ്കോട് ഫ്ളാറ്റ് റോഡിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ, ബ്ലോക്ക് മെമ്പർമാരായ PM സജി, സ്വപ്ന പ്രദീപ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രാജി സോമൻ, VV വിവേക്, പ്രഭിത ബാലകൃഷ്ണൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, മെമ്പർമാരായ KV ഷൈബു, K സതീഷ് കുമാർ, കൺവീനർ MS വിപിൻദാസ് എന്നിവർ സംസാരിച്ചു. വെള്ളക്കെട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയും. അതിൻ്റെ പ്രയാസം നമുക്ക് ഈ റോഡിലുണ്ട്. ഇവിടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തിൻ്റെ മേച്ചിൽപ്പുറം ഒരു 10 ഏക്കർ സ്ഥലം വ്യവസായ ആവശ്യത്തിന് വേണ്ടി ബസന്തലാൽ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ സർക്കാരിന് വിട്ടുതരാൻ തയ്യാറാണെന്ന് അവർക്ക് സമ്മതപത്രം തന്നിരുന്നു. കുന്നംകുളത്തെ പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്ഥാപനമായ ജീസൺ ആൻഡ് കമ്പനിയുടെ 2025 മെറിറ്റ് ഡേ ആഘോഷങ്ങൾ നടന്നു. പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കുകയും കരിയർ ഗൈഡൻസ് ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ലിവ ടവർ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ജീസൺ അധ്യക്ഷത വഹിച്ചു. ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും പ്രൊഫഷണൽ മികവ് ഉയർത്തുന്നതിനായി പ്രമുഖ പരിശീലകർ നയിച്ച വിവിധ സെഷനുകൾ നടന്നു. വിദ്യാർത്ഥികൾക്കായി 3 പ്രമുഖ വിഷയങ്ങളിലായിരുന്നു പരിശീലനം. കരിയർ ബിൽഡിംഗ് എന്ന വിഷയത്തിൽ കോർപ്പറേറ്റ് ട്രെയിനർ ഷാജൻ മാറൂക്കി, ഹെൽത്ത് ആൻഡ് മൈൻഡ് പവർ എന്ന വിഷയത്തിൽ ഹാപ്പിനെസ് കോച്ച് ഷബ്ന സുൽത്താൻ, പ്രൊഫഷണൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന വിഷയത്തിൽ കോസ്റ്റ് അക്കൗണ്ടന്റ് ജിൻസൺ എന്നിവർ ക്ലാസുകൾ നയിച്ചു. തുടർന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെ ട്രോഫിയും പൊന്നാടയും നൽകി ആദരിച്ചു. CMA പരീക്ഷ വിജയിച്ച 4 വിദ്യാർത്ഥികൾ, LLB വിജയിച്ച 1, MBA വിജയിച്ച 3 പേർ എന്നിവർക്ക് പുറമെ CMA ഇന്റർമീഡിയറ്റ് വിജയിച്ച 4 പേരെയും CA ഇന്റർമീഡിയറ്റ് വിജയിച്ച 2 വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ജിബിൻ ബാബു, ബിൽഹ മോണി, അർഷ ആന്റണി, അഖിൽ എന്നിവർ സംസാരിച്ചു. ജീസൺ ആൻഡ് കമ്പനിയിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും ആഘോഷത്തിൽ പങ്കെടുത്തു. KCB കുന്നംകുളം ഡിവിഷന് കീഴിലെ ജീവനക്കാർക്കായി സംഘടിപ്പിക്കുന്ന ഡിവിഷൻ തല കായികമേള സിനർജിയ 26-ന് തുടക്കമായി. പഴുന്നാന ടർഫിൽ ഫുട്ബോൾ മത്സരത്തോടെ ആരംഭിച്ച കായികമേള തൃശൂർ ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സുനിത ജോസ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഫെബ്രുവരി 13-ന് ചേർന്ന ആലോചനാ യോഗത്തിലെ തീരുമാനപ്രകാരം ഡിവിഷന് കീഴിലെ 12 ഓഫീസുകളിൽ നിന്നുള്ള HR സ്റ്റാഫ്, കരാർ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരുടെയും സജീവ പങ്കാളിത്തം ഉറപ്പാക്കിയാണ് കായിക മാമാങ്കം സംഘടിപ്പിക്കുന്നത്. ഫുട്ബോൾ, ക്രിക്കറ്റ്, വനിതാ പുരുഷ വിഭാഗത്തിൽ വടംവലി, വനിതകളുടെ ബാസ്കറ്റ്ബോൾ, ഫ്രീ ത്രോ, കാരംസ്, ഡബിൾസ്, വനിതാ പുരുഷ വിഭാഗത്തിൽ ഷട്ടിൽ, ബാഡ്മിന്റൺ, ഡബിൾസ് എന്നീ മത്സരങ്ങൾ മാർച്ച് 7, 12, 13 തീയതികളിലായി നടക്കും. കായികമേളയുടെ നടത്തിപ്പ് ചെലവിലേക്കായി ഡിവിഷന് കീഴിലെ ഓരോ ഓഫീസും 5000 രൂപ വീതം നൽകാൻ തീരുമാനിച്ചു. വരും ദിവസങ്ങളിൽ ആവേശകരമായ പോരാട്ടങ്ങൾക്കാണ് കുന്നംകുളം സാക്ഷ്യം വഹിക്കുക. മാർച്ച് 13-നാണ് സമാപന സമ്മേളനം. കുന്നംകുളം വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ചൂണ്ടൽ പഞ്ചായത്തിലും കടവല്ലൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലും നടന്ന പരിശോധനയിൽ വിവിധ തരത്തിലുള്ള ജലമോഷണങ്ങൾ കണ്ടെത്തി. ഇവരിൽ നിന്നും പിഴ ചുമത്തി. കടവല്ലൂർ പഞ്ചായത്തിലെ പാതാക്കര പ്രദേശത്ത് അനധികൃതമായി വാട്ടർ ലൈനിൽ നിന്നും വെള്ളമെടുത്തതായി കണ്ടെത്തി. ചൂണ്ടൽ സെന്ററിലെ പൊതു ടാപ്പിൽ നിന്നും ഹോസ് ഉപയോഗിച്ച് കുടിവെള്ളമെടുത്തതും ശ്രദ്ധയിൽപ്പെട്ടു. ഇതേ തുടർന്നാണ് ജലമോഷണം നടത്തിയ വ്യക്തികളിൽ നിന്നും പിഴ ചുമത്തിയത്. കുടിവെള്ള ദുരുപയോഗവും ജലമോഷണവും തടയുന്നതിനായി വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പൊതു ടാപ്പിൽ നിന്നും ഹോസ് ഉപയോഗിച്ച് വെള്ളമെടുക്കുക, കണക്ഷൻ വിച്ഛേദിച്ച ലൈനുകളിൽ നിന്നും അനധികൃതമായി വെള്ളം ഉപയോഗിക്കുക, ഗാർഹിക കണക്ഷനിൽ നിന്നും ഗാർഹികേതര ആവശ്യങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കുക, നിലവിലുള്ള കണക്ഷനുകളിൽ നിന്ന് വാട്ടർ അതോറിറ്റിയുടെ അനുമതിയില്ലാതെ പൈപ്പുകൾ നീട്ടുകയോ ഹോസ് ഉപയോഗിച്ച് കിണറുകളിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ വെള്ളം വഴിതിരിച്ചുവിടുകയോ ചെയ്യുക എന്നിവ ശിക്ഷാർഹമാണ്. ഇത്തരം ക്രമക്കേടുകളോ ജലമോഷണമോ ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴ ഈടാക്കുന്നതുൾപ്പെടെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇതോടൊപ്പം ഉപഭോക്താക്കൾ കേടായ മീറ്ററുകൾ യഥാസമയം മാറ്റി സ്ഥാപിക്കുകയും
കുടിശ്ശികകൾ കൃത്യമായി അടച്ചു തീർക്കുകയും ചെയ്ത് വിച്ഛേദന നടപടികളിൽ നിന്നും ഒഴിവാക്കണമെന്നും വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളുമായി പൂർണ്ണമായും സഹകരിക്കണമെന്നും അധികൃതർ പറഞ്ഞു. വനിതാ ദിനത്തിൽ കേരളത്തിൽ ആദ്യത്തെ വനിതാ പഞ്ചവാദ്യ സംഘം അരങ്ങേറ്റം ഞായറാഴ്ച നടക്കും. എടപ്പാൾ സോപാനം പഞ്ചവാദ്യ സ്കൂളിന്റെ നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ വാദ്യകലാരംഗത്ത് ഏറ്റവും വലിയ വനിതാ മാതൃക പഞ്ചവാദ്യ സംഘത്തിന്റെ അരങ്ങേറ്റം നടക്കുന്നത്. നൂറ്റാണ്ടുകളായി പുരുഷാധിപത്യമായി കണക്കാക്കപ്പെട്ട താളവാദ്യ രംഗത്താണ് സ്ത്രീകളുടെ ശക്തമായ സാന്നിധ്യം ശ്രദ്ധേയമാകുന്നത്. സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ നേതൃത്വത്തിൽ ദീർഘകാല പരിശീലനത്തിനൊടുവിലാണ് 75 സ്ത്രീകൾ ഉൾപ്പെടുന്ന മാതൃക വനിതാ പഞ്ചവാദ്യ സംഘം വാദ്യകല അവതരിപ്പിക്കുന്നത്. ചങ്ങരംകുള, എടപ്പാൾ, പൊന്നാനി, കുറ്റിപ്പുറം എന്നീ സമീപ പ്രദേശങ്ങളിലെ സ്ത്രീകളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച സംഘത്തിൽ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഡോക്ടർമാർ, വീട്ടമ്മമാർ, സർക്കാർ ജീവനക്കാർ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ് വരുന്നത്. മദ്ദളത്തിൽ 12 പേരും തിമിലയിൽ 21 പേരും ഇടക്കയിൽ 6 പേരും അണിനിരക്കുമ്പോൾ പിന്നണിയിൽ 15 പേർ കൊമ്പും 21 പേർ ഇലത്താളത്തിലും അരങ്ങ് തകർക്കും. സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിലെ പ്രശസ്ത വാദ്യകലാകാരൻ സന്തോഷ് ആലങ്കോട് നയിക്കുന്ന അധ്യാപക സംഘമാണ് സ്ത്രീകൾക്ക് മികച്ച പരിശീലനം നൽകുന്നത്. 8 വയസ്സുള്ള ശിവന്യ മുതൽ 74 വയസ്സുള്ള ലക്ഷ്മിക്കുട്ടി അടക്കമുള്ള 75 സ്ത്രീകളാണ് പഞ്ചവാദ്യം അവതരിപ്പിക്കുക. 70ന്റെ നിറവിലും വാദ്യരംഗത്തെത്താൻ കഴിഞ്ഞതിൽ ആത്മസംതൃപ്തിയാണെന്ന് PV വിജയലക്ഷ്മി പറഞ്ഞു. 7 വയസ്സ് മുതൽ 73-75 വയസ്സ് വരെ ഉള്ളവരുണ്ട് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ. അപ്പോൾ ഞങ്ങളൊക്കെ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ ഇത് പഠിക്കലും ചൊല്ലു പഠിക്കലും ഇതൊക്കെ തന്നെയാണ് ജോലി. ഉണ്ട് എല്ലാവരിലും മാറ്റമുണ്ട്. അത് തന്നെ ഒരു ഹാപ്പി മൂഡല്ല ഇവിടെ വരുമ്പോൾ, അതന്നെ മാറ്റം. ഞായറാഴ്ച രാവിലെ 9:30 എടപ്പാൾ കണ്ടനകത്ത് സോപാനം സ്കൂൾ ഓഫ് വാദ്യകലാ പഠന കേന്ദ്രത്തിലാണ് അരങ്ങേറ്റമെന്ന് സോപാനം ചീഫ് കോർഡിനേറ്റർ VS സൂര്യ പറഞ്ഞു. 8 വയസ്സ് മുതൽ നമ്മുടെ ഏറ്റവും പ്രായമുള്ള ചേച്ചി 73 വയസ്സാണ്. 73 വയസ്സ് വരെയുള്ള നമ്മൾ 72ഓളം പേര്, പിന്നെ ഒരാൾ ഇവിടെ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരാൾ വരുമെന്ന് പറഞ്ഞിരുന്നു. ആ കുട്ടി ലാസ്റ്റ് ആകുമ്പോഴേക്കും ജോയിൻ ചെയ്തു. പിന്നെ ഏറ്റവും ലാസ്റ്റ് അഡ്മിഷൻ വന്നത് നമ്മുടെ ശംഖിന് ഒരു കുട്ടി വന്നതാണ്. അങ്ങനെ ഇപ്പോൾ അറ്റ് ലാസ്റ്റ് നമുക്ക് 74 ആണ് നമ്മുടെ ഇതിൻ്റെ കൗണ്ട്. ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സ് സ്ത്രീ പ്രവർത്തകയും അന്വേഷി വിമൻസ് കൌൺസിലിംഗ് സെന്റർ പ്രസിഡന്റുമായ K അജിത ഉദ്ഘാടനം ചെയ്യും. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ അധ്യക്ഷത വഹിക്കും. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ, MLA മാരായ KT ജലീൽ, P നന്ദകുമാർ, നോർക്ക ചെയർമാൻ P ശ്രീരാമകൃഷ്ണൻ, കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവെള്ളൂർ മുരളി, നാടകപ്രവർത്തക ശ്രീജ ആറങ്ങോട്ടുകര എന്നിവർ പങ്കെടുക്കും. തുടർന്ന് 4 മുതൽ ആറങ്ങോട്ടുകര കലാപാഠശാലയുടെ നാടകം ഇടനിലങ്ങൾ, കുചേലവൃത്തം, കഥകളിയും അരങ്ങേറും. പഞ്ചവാദ്യത്തിൽ വന്നത് അച്ഛൻ പഞ്ചവാദ്യം പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അച്ഛൻ്റെ ക്ലാസ് കാണാൻ വേണ്ടി പോയതാണ് സത്യത്തിൽ ഞാൻ. അപ്പോൾ അങ്ങനെ അച്ഛനും കൂടി താല്പര്യപ്പെട്ടിട്ട് അതിൽ തുടക്കം കുറിക്കുകയായിരുന്നു. 2012 അരങ്ങേറ്റം കഴിഞ്ഞത്. പിന്നീടാണ് ആശ വീണ്ടും വിളിച്ച് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമാവാൻ എന്തായാലും വരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിൽ ഇൻവോൾവ് ആയത്. ഗ്രാമസഭകളുടെ പേര് മഹാത്മാഗാന്ധി ഗ്രാമസഭ എന്ന് പുനർനാമകരണം ചെയ്യണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി സംസ്ഥാന തലത്തിൽ നടത്തുന്ന ഒപ്പുശേഖരണത്തിന്റെ ഭാഗമായി കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി. കുന്നംകുളം ടൗണിൽ നടത്തിയ സിഗ്നേച്ചർ ക്യാമ്പയിനിൽ നിരവധി പേർ പങ്കുചേർന്നു. KPJD നിയോജക മണ്ഡലം ചെയർമാൻ VM രാജേഷ്, KPJD ഭാരവാഹികളായ ശൈലജ വിശ്വനാഥൻ, ശിവരാമൻ, ഹരിദാസൻ, ബിന്ദു ടോജോ, അഖിലേഷ് നായർ എന്നിവർ നേതൃത്വം നൽകി. അങ്കണവാടികളിൽ പുതിയ ഭക്ഷണരീതി വന്നപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി വർദ്ധിപ്പിക്കുന്നതിനായി ചാലിശ്ശേരി പഞ്ചായത്തിലെ അങ്കണവാടികൾക്ക് ആധുനിക രീതിയിലുള്ള ഗ്യാസ് സ്റ്റൗകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ നിന്നും 1,25,000 രൂപ ചെലവിട്ട് പഞ്ചായത്തിലെ 25 അങ്കണവാടികൾക്കാണ് സ്റ്റൗ നൽകിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് റംല വീരാൻകുട്ടി നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സവിത അജി അധ്യക്ഷത വഹിച്ചു. CDS സൂപ്പർവൈസർ സൗമ്യ പദ്ധതി വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് UK സുരേഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി സാബു, പഞ്ചായത്ത് സെക്രട്ടറി MM ജമീല, കോർഡിനേറ്റർ ഷഹന എന്നിവർ സംസാരിച്ചു.
ചടങ്ങിൽ വിവിധ വാർഡ് മെമ്പർമാർ, അങ്കണവാടി ടീച്ചർമാർ, വർക്കേഴ്സ് എന്നിവർ പങ്കെടുത്തു. ആദൂർ മഹാത്മാ സ്കൂളിൽ പഠനോത്സവം നടത്തി. അധ്യയന വർഷത്തിലെ വിദ്യാർത്ഥികൾ നേടിയ മികവും വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പഠനോൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിന്റെയും ഉദ്ഘാടനം വാർഡ് മെമ്പർ കുമാരി മുരളി നിർവഹിച്ചു. PTA പ്രസിഡന്റ് വിന്യ ജയൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് 4ാം ക്ലാസ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കയ്യെഴുത്തുമാസിക പ്രകാശനം നടന്നു. CRC കോർഡിനേറ്റർ മിഥില, PTA വൈസ് പ്രസിഡന്റ് നാസിമ സക്കീർ എന്നിവർ ആശംസകൾ നേർന്നു. സ്കൂൾ പ്രധാന അധ്യാപിക KV ഗീത സ്വാഗതവും നെസിയ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന കുട്ടികളുടെ പഠന മികവുകളുടെ അവതരണത്തിന് അധ്യാപകരും PTA ഭാരവാഹികളും നേതൃത്വം നൽകി. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.